നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ പ്രചരണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ബിജെപിക്ക് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഓടി നടന്ന് റാലികളിൽ പങ്കെടുക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും രംഗത്ത് സജീവമാണ്. ഇപ്പോഴിതാ ബിജെപിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഒരു ദശാബ്ദമായി ഹരിയാന അനുഭവിക്കുന്ന വേദന തങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തങ്ങൾ നടപ്പാക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ശനിയാഴ്ച കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ എക്സിലൂടെയാണ് രാഹുൽ ഇങ്ങനെ പ്രതികരിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഹരിയാനയുടെ അഭിവൃദ്ധി ബിജെപി ഇല്ലാതാക്കി. ജനങ്ങളുടെ സ്വപ്നങ്ങളും അധികാരവുമെല്ലാം അവർ കവർന്നെടുത്തു. ദേശസ്നേഹികളായ യുവാക്കളുടെ സ്വപ്നങ്ങളാണ് അഗ്നിവീർ പദ്ധതി ഇല്ലാതാക്കിയത്. തൊഴിലില്ലായ്മ ഓരോ കുടുംബങ്ങളുടെയും ചിരികെടുത്തി. വിലക്കയറ്റം സ്ത്രീകളുടെ സ്വാശ്രയത്വം നഷ്ടപ്പെടുത്തി. ചില നിയമങ്ങളിലൂടെ കർഷകരുടെ അവകാശങ്ങൾ കവർന്നെടുത്തു. നോട്ട് നിരോധനത്തിലൂടെ GSTയിലൂടെ സാധാരണക്കാരായ വ്യവസായികളുടെ ലക്ഷ്യങ്ങൾ കവർന്നെടുത്തു. തങ്ങളുടെ തിരഞ്ഞെടുത്ത സുഹൃത്തുക്കളെ പിന്തുണയ്ക്കുന്നത് തടഞ്ഞ് ഹരിയാനയുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറുന്ന സർക്കാർ ഈ വേദനകളെല്ലാം ഇല്ലാതാക്കും. ഹരിയാനയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുകയെന്നത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. സമ്പാദ്യം, ആരോഗ്യ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ, തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളുടെയും സന്തോഷം നിലനിർത്തും. ഇതാണ് കോൺഗ്രസിന്റെ ഗ്യാരണ്ടി എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. തന്റെ വാട്സപ്പ് ചാനലിലൂടെ ഹരിയാനയിൽ ജനങ്ങളുമായി സംവദിച്ചതിനെ കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു. തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ഹരിയാനയിലെ ജനങ്ങളുമായി സംസാരിച്ചു. യുവാക്കളിൽ പലരും ഡങ്കി മാർഗത്തിലൂടെ US പോയതിനെ കുറിച്ച് പല മാതാപിതാക്കളും വേദനയോടെ പങ്കുവച്ചു. യുവാക്കളുടെ കഷ്ടപ്പാടുകളും മാതാപിതാക്കളുടെ വേദനകളും കേട്ടപ്പോൾ വലിയ സങ്കടമാണ് തോന്നിയത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും US കുടിയേറ്റം ഒരു വർഷത്തിനിടയിൽ ഇത്രയും വർദ്ധിച്ചത്? സ്വന്തം ബിസിനസ് ഇവിടെ തുടങ്ങുന്നതിന് പകരം അവർ എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ബിരുദാനന്തരധാരികൾ സ്വീപ്പർ പോലുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് തങ്ങളുടെ വിശദമായ പ്രകടന പത്രിക പുറത്തുവിട്ടത്. സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ, സൗജന്യ ചികിത്സ, വീട്, വൈദ്യുതി, MSP ഗ്യാരണ്ടി തുടങ്ങി വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയുള്ളതായിരുന്നു പ്രകടന പത്രിക. സംസ്ഥാനത്തെ ഓരോ കുടുംബത്തിനും 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കൂടാതെ 25 ലക്ഷം വരെയാണ് ഒരു കുടുംബത്തിന് സൗജന്യ ചികിത്സ ലഭ്യമാക്കുക. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും നടപ്പാക്കുന്ന ലാഡ്ലി ബഹൻ യോജന, ലഡ്കി ബഹൻ യോജന തുടങ്ങിയ പദ്ധതികൾക്ക് സമാനമായി സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ നൽകുമെന്നാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാഗ്ദാനം. 18 മുതൽ 60 വയസ്സുവരെയുള്ളവർക്കാണ് പണം ലഭിക്കുക. ഗ്യാസ് സിലിണ്ടറിന് 500 രൂപയും പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകുന്നുണ്ട്. കർഷകർക്കായി വലിയ പ്രഖ്യാപനങ്ങളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിളകൾക്ക് താങ്ങുവില, ഉടനടി നഷ്ടപരിഹാരം, കർഷക കമ്മീഷൻ, ഡീസൽ സബ്സിഡി എന്നിവയാണ് പ്രഖ്യാപനങ്ങൾ. പാവപ്പെട്ടവർക്ക് വീട് നൽകുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. 200 യാർഡ് സ്ഥലവും 2 മുറികളുമുള്ള വീടുകളായിരിക്കും നൽകുക. ജാതി സെൻസസ് എന്ന ആവശ്യം നടപ്പിലാക്കുമെന്നാണ് മറ്റൊരു വാഗ്ദാനം. ക്രിമിലെയർ പരിധി 10 ലക്ഷമായി ഉയർത്തുമെന്നും പറയുന്നുണ്ട്. രാജ്യത്ത് ജാതി സെൻസസ് എന്ന ആവശ്യം ശക്തമായി ഉയർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. അധികാരത്തിലേറുന്ന സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് നേരത്തെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. യുവാക്കൾക്കായി 2 ലക്ഷം തൊഴിലുകൾ ലഭ്യമാക്കും. സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കും. മാത്രമല്ല പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ വ്യക്തമാക്കി. അതേസമയം ഏറെ കാര്യങ്ങൾ പഠിച്ച ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയതെന്നും രാജസ്ഥാനിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയ മികച്ച പദ്ധതികളാണ് ഇവിടെയും നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്നും ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞിരുന്നു.